ക്രിസ്ത്യാനിയുടെയും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നികുതിപ്പണം എടുത്ത് ഒരു സമുദായത്തിനു വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നതിനെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം ഇതുവരെ എതിർത്തിട്ടില്ല. ക്രിസ്ത്യാനികളെ കൂടി ഉദ്ധരിക്കാനാണ് ഒരു ക്രിസ്ത്യാനിയെ സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആക്കിയത് എന്നാണ് പ്രചരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് പൊതു ഖജനാവിൽ നിന്നും പണമെടുത്ത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ ലക്ഷങ്ങൾ ചെലവിട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നതിൽ പ്രതിപക്ഷം പ്രതികരിക്കാത്തത്? കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ ഈ വിഷയത്തിൽ വാ തുറക്കാത്തത് എന്താണ് എന്ന ചോദ്യമാണ് കാസ ചോദിക്കുന്നത്. രാജ്യം മൊത്തം കണ്ടതാണ് വഖഫ് ഭീകരത എത്രത്തോളം ഉണ്ടെന്നത്. ആദ്യം മുതലേ മുനമ്പം നിവാസികൾ മുഴുവൻ വിശ്വാസവും അർപ്പിച്ചത് കോൺഗ്രസ് നേതാക്കളിലാണ്. എന്നാൽ അന്നും ഇന്നും കോൺഗ്രസ് മൗനത്തിലാണ്. ഈ അവസരത്തിലാണ് മുസ്ലിം സമുദായത്തെ സഹായിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നതിൽ കോൺഗ്രസിന്റെ നിലപാട് ചോദ്യം ചെയ്ത് കാസ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. സണ്ണി ജോസഫ്, എന്താണ് താങ്കളുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഈ വിഷയത്തിലെ നിലപാട്? പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ സുഖിപ്പിക്കുന്നതിനും മുനമ്പം ജനതയെ കുടിയിറക്കുന്നതിനുമായി വഖഫ് ഭേദഗതിയെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ സഹായിക്കാനായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വഖഫ് നിയമ ഭേദഗതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ കക്ഷി ചേർന്നിരിക്കുകയാണ്. അതിന് ഉപയോഗിക്കുന്നത് പൊതു ഖജനാവിലെ പണമാണ്. ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നികുതിപ്പണമെടുത്ത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നതിനെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം ഇതുവരെ എതിർത്തിട്ടില്ല. മുമ്പ് 80:20 എന്ന അന്യായമായ ന്യൂനപക്ഷ സംവരണ അനുപാതത്തിനെതിരെയുണ്ടായ ഹൈക്കോടതി വിധിയെ അട്ടിമറിക്കുന്നതിനായി ഇതേപോലെ തന്നെ പൊതു ഖജനാവിൽ നിന്നും പണമെടുത്ത് സംസ്ഥാന സർക്കാർ മുസ്ലിം സമുദായത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ കൂടി ഉദ്ധരിക്കാൻ ആണ് ഒരു ക്രിസ്ത്യാനിയെ സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയത് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. സഭാ നേതൃത്വം നിർദ്ദേശിച്ച പേരുകളിൽ ഒന്ന് താങ്കളുടേതായിരുന്നുവെന്നും മാധ്യമ വാർത്തകൾ പുറത്തുവന്നു. തെറ്റായിരുന്നുവെങ്കിൽ സഭാ നേതൃത്വം അത് നിഷേധിക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അപ്പോൾ സംഭവം ശരി തന്നെയാണ്. ആ നിലയ്ക്ക് എന്താണ് സണ്ണി ജോസഫിന്റെ ഈ വിഷയത്തിലെ നിലപാട്? എന്തുകൊണ്ടാണ് പൊതു ഖജനാവിൽ നിന്നും പണമെടുത്ത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ ലക്ഷങ്ങൾ ചിലവിട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നതിൽ പ്രതിപക്ഷം പ്രതികരിക്കാത്തത്? താങ്കൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതെ, നിങ്ങൾ ബാധ്യസ്ഥൻ തന്നെയാണ്. കാരണം കോൺഗ്രസ് എന്ന പാർട്ടിയെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരാണ് മുനമ്പം നിവാസികൾ. വഖഫ് ഭേദഗതി ബില്ല് സഭയിൽ പാസാക്കിയപ്പോൾ അതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തിയപ്പോഴാണ് ശരിക്കും മുനമ്പം നിവാസികൾ തോറ്റുപോയത്. ഇപ്പോഴും അവർക്കെതിരെ മുസ്ലിം സമുദായത്തിന് കൂട്ടായി സംസ്ഥാന സർക്കാർ നിൽക്കുമ്പോൾ നിങ്ങൾ മൗനമാണ്. ഇനിയെങ്കിലും നിങ്ങളെ വിശ്വസിച്ചവർക്ക് വേണ്ടി നിങ്ങൾ വാ തുറക്കണം. പുതിയ കോൺഗ്രസ് അധ്യക്ഷനിൽ നിന്ന് കുറച്ചുകൂടി നിലവാരം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വോട്ട് ബാങ്കായി മാത്രം അവരെ കാണാതെ മറിച്ച് അവർക്കായി വാ തുറക്കുക. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.